പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ ഡൽഹിയിലെ വസതിക്ക് മുൻപിൽ നാടകീയ രംഗങ്ങൾ. പരിശോധനയ്ക്കെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘത്തെ പഞ്ചാബ് പോലീസിന്റെ സംഘം തടഞ്ഞു. സ്ഥലത്തേക്ക് ഡൽഹി പോലീസ് എത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘത്തിന് ഉള്ളിൽ കടക്കാനായില്ല. 3 മണിക്കൂർ കാത്തുനിന്ന ശേഷം ഗേറ്റ് കടന്നെങ്കിലും വസതിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയില്ല. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘത്തിന് മടങ്ങേണ്ടി വന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാലുണ്ട്. ശരത്ലാൽ, ഈ 3 മണിക്കൂറോളമായി അവിടെ നിന്ന് തർക്കം, റെയ്ഡ് നടത്തിയിട്ടേ മടങ്ങൂ എന്ന നിലപാടിലായിരുന്നു കമ്മീഷൻ. എന്തൊക്കെയാണെന്ന് അവിടെ സംഭവിച്ചത്? 4:30 കൂടിയാണ് കമ്മീഷൻ അംഗങ്ങളായ 2 പേർ ഇവിടെ എത്തുന്നത്. അവരെ ഗേറ്റ് എടുക്കുകയും കമ്മീഷന് പരാതി ലഭിച്ചിട്ടുണ്ട്. കാരണം 2 കാറുകളിൽ ഇവിടെ മദ്യവും പണവും ഒളിപ്പിച്ചിട്ടുണ്ട്, പരാതി ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. എന്നാൽ അകത്തേക്ക് കടക്കാൻ അനുവാദം നൽകാൻ പഞ്ചാബ് പോലീസും അതേപോലെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കളും തയ്യാറായില്ല. എന്നാൽ അത് തുടർന്ന് ഡൽഹി പോലീസിന് വിവരം പറയും. ഡൽഹി പോലീസ് പൂർണ്ണ രൂപത്തിൽ ഇവിടെ എത്തുകയും ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടും ഇത് പ്രവേശനം അനുവദിക്കാൻ തയ്യാറായില്ല. പിന്നെ നീണ്ട ചർച്ചക്കൊടുവിൽ 3 മണിക്കൂറോളം ഗേറ്റിൽ പുറത്ത് SDM അടക്കമുള്ള ഉയർന്ന അധികാരികളും പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഉയർന്ന അധികാരികൾ കാത്തുനിന്നതിന് ശേഷമാണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയത്. അകത്തേക്ക് പ്രവേശിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘത്തിന് പക്ഷേ വസതിക്കുള്ളിലേക്ക് പരിശോധിക്കാനുള്ള അനുമതി നൽകിയില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരികയാണ്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി, അതായത് പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്ന് ഡൽഹി പോലീസിൽ തെരഞ്ഞെടുപ്പ് അവർ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് മാൻസിംഗ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി വീട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡൽഹി പോലീസും കയറുക എന്നുള്ളത് പഞ്ചാബിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ അവസരത്തിൽ ഇത് സംബന്ധിച്ചൊരു ട്വീറ്റ് മാൻ സിംഗ് റോഡിലുള്ള കപൂർത്തല ഹൗസിൽ നിന്നുള്ള പത്രക്കുറിപ്പായി പുറത്തു വന്നിരുന്നു. പിന്നെ അദ്ദേഹം അത് എക്സിൽ കുറിക്കുകയും ചെയ്തു പഞ്ചാബ് മുഖ്യമന്ത്രി. ഏതായാലും ഇപ്പോൾ നിലവിലുള്ള അന്തരീക്ഷം മയപ്പെട്ട് കഴിഞ്ഞു. SDM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളും തിരിച്ചുപോയി കഴിഞ്ഞു. ഇപ്പോൾ നാളെ റെയ്ഡിന് വരുമോ എന്ന ചോദ്യത്തിന് അവർ മറുപടി നൽകിയിട്ടില്ല. ഏതായാലും വളരെ സംബന്ധിച്ചോളം ഇതൊരു നിയമപരമായ പ്രശ്നത്തിലേക്കാണ് വളരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്രത്തോളം അധികാരമുണ്ട്, അല്ലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്ക് എത്രത്തോളം അധികാരമുണ്ട്, മുഖ്യമന്ത്രിയുടെ വസതി പരിശോധിക്കാൻ അധികാരമുണ്ടോ എന്നുള്ള ഒരു നിയമപരമായ തർക്കത്തിലേക്ക് ഇക്കാര്യങ്ങൾ നീളുമെന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇതേ ടീം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഹൗസിൽ നിന്ന് പണവും അതേപോലെ മദ്യക്കുപ്പിയും അടങ്ങിയ കാറിൽ നിന്ന് കണ്ടെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. തുടർന്നുള്ള അതുപോലെയുള്ള ഒരു സന്ദേശമാണ് ഇലക്ഷൻ കമ്മീഷന് ലഭിക്കുന്നത്. 4 മണിക്ക് കമ്മീഷന് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുകയും 2 കാറുകൾ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിവരങ്ങൾ ലഭിക്കുകയും ഈ വിവരം അടിസ്ഥാനമാക്കിയാണ് തങ്ങൾ ഇവിടെ വന്നതെന്നാണ് കമ്മീഷൻ അംഗങ്ങൾ നേരത്തെ വ്യക്തമാക്കിയത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കപൂർത്തല ഹൗസിൽ ഇന്ന് ഉന്നയിക്കപ്പെട്ട തർക്കങ്ങൾ ഭാവിയിലും ഉൾപ്പെടും. ആം ആദ്മി പാർട്ടി ചോദിക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ, അല്ലെ പ്രധാനമന്ത്രിക്കെതിരെ അമിത്ഷായുടെ വസതിയിൽ താങ്കൾ റെയ്ഡ് നടത്തുമോ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യം അതായത് ആം ആദ്മി പാർട്ടി ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലേക്ക് പരിശോധനയ്ക്ക് പോകുമോ എന്ന് പറഞ്ഞാണ് ഈ കപൂർത്തല ഹൗസിലെ ഉദ്യോഗസ്ഥരും പഞ്ചാബ് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തടഞ്ഞത്. ഏതായാലും വളരെ ഒരു നിയമപ്രശ്നമായി ഈ കാര്യം ഇനി മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ഇവർ FIR ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അരുണ്യ. ശരി ശരത്ത്, ഡൽഹിയിൽ നിന്ന് ശരത്തിലാണ് വിവരങ്ങൾ നൽകിയത്.